2026 JEE അഡ്വാൻസ് റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആറ്റ് ബുള്ളൻ സ്റ്റഡി സെന്ററിലെ ജയന്ത് കൃഷ്ണ പി നേടിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ റാങ്ക് 1615. 2026 JEE മെയിൻ എക്സാമിലും ജയന്ത് മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആൻഡ് JEE മെയിനിൽ 1688 ഓൾ ഇന്ത്യ റാങ്കും നേടിയിരുന്നു. തൃശൂർ സ്വദേശിയായ ജയന്ത് കമ്പ്യൂട്ടർ ഡിസൈനറായി വർക്ക് ചെയ്യുന്ന സന്തോഷ് പിയുടെയും റെയിൽവേ എംപ്ലോയിയായ ധന്യ MS-ന്റെയും മകനാണ്. തൃശൂർ ദേവമാതാ CMI പബ്ലിക് സ്കൂളിലെ +1+2 പഠനത്തോടൊപ്പമാണ് ജയന്ത് എൻട്രൻസ് പരിശീലിച്ചു വന്നത്. JEE മെയിൻ എക്സാമിലും JEE അഡ്വാൻസ് എക്സാമിലും ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ ജയന്ത് കൃഷ്ണയുടെ വാക്കുകളിലേക്ക്. ജയന്ത് ആദ്യമേ തന്നെ ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ് ഫോർ ദി ബിഗ് വിൻ. ഓക്കെ, തീർച്ചയായിട്ടും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ജയന്തിനെ പറ്റി നമുക്ക് കുറെ കൂടെ ഒക്കെ അറിയാനുണ്ട്. സോ ജയന്ത്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാമോ? എൻ്റെ പേര് ജയന്ത് കൃഷ്ണ പി. ഞാൻ തൃശ്ശൂര് കല്ലീറ്റിങ്ങര നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ദേവമാതയിൽ +2 വിദ്യാർത്ഥിയാണ്. ഞാൻ ബെർലിൻ്റെ IIT ബാച്ചിൽ പഠിക്കുന്നു. ഓക്കെ, ജയന്തിന്റെ പേരൻസ് ഒക്കെ? എൻ്റെ പാരൻസ്, എൻ്റെ അച്ഛൻ്റെ പേര് സന്തോഷ് പി, DTPയിലാണ്, DTP ഓപ്പറേറ്ററാണ്. അമ്മയുടെ പേര് ധന്യ MS, ഗവൺമെന്റില് റെയിൽവേ വർക്കാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും മികച്ചൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. എക്സ്പെക്ട് ചെയ്തിരുന്നു ഇത്രയും വലിയൊരു സ്കോറും കാര്യങ്ങളൊക്കെ? ഇല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു, ഒരു നല്ലൊരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇത്രയും നല്ലൊരു സ്കോർ എക്സ്പെക്ട് ചെയ്തില്ല. ഓക്കെ, ഈ ഒരു സ്കോറൊക്കെ അറിഞ്ഞപ്പോഴത്തേന് ഏറ്റവും ആദ്യം അറിയിച്ചത് ആരെയാണ്? ഏറ്റവും ആദ്യം അറിയിച്ചത് എന്റെ പാരന്റ്സിനെ തന്നെയാണ്. അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു പേരന്റ്സിനടുത്ത് പറഞ്ഞു? ആ ഒരു മൊമെന്റ് വളരെ എനിക്ക് തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. എന്നിട്ട് പിന്നെ സാറന്മാരെ വിളിച്ച് അറിയിച്ചു, ക്ലാസ് ടീച്ചറിനെ വിളിച്ച് അറിയിച്ചു. അവർക്കൊക്കെ സന്തോഷമായി. എത്രത്തോളമാണ് ബ്രില്യന്റിലെ മോഡൽ എക്സാംസ് ജയന്തിനെ ഈ ഒരു എക്സാമിന് വേണ്ടി പാഠനാക്കി? വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ടൈം മാനേജ്മെന്റിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടൈമൊക്കെ നന്നായിട്ട്, അത് കാരണം എക്സാമിന് എനിക്കൊരു എക്സാം എഴുതണ ഒരു ഫീൽ ഉണ്ടായില്ല. ഒരു മോഡൽ എക്സാം എഴുതണ ഒരു ഫീൽ മാതിരി തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ മോഡൽ എക്സാം ടൈമിൽ താങ്കളുടെ ഒരു ഡേ ഇൻ യുവർ ലൈഫ് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു? ഒരു എന്താ പറയുക, ഒരു വ്യക്തമായ ടൈം ടേബിളോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഒക്കെ വെച്ചാണോ താങ്കൾ നീങ്ങിയത്? ഏകദേശം ഞാൻ കൃത്യമൊരു ടൈം ടേബിൾ വെക്കാറില്ല. ഏകദേശം ഒരു പാറ്റേണിലാണ് പഠിച്ചു പോകാറുള്ളത്. ഇപ്പോൾ രാവിലെ ഞാനിപ്പോ ഉറങ്ങണ ടൈമൊന്നും ഞാൻ അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് വെക്കാറില്ല. 6-6.5 മണിക്കൂർ ആണ് ഞാൻ സാധാരണ ഉറങ്ങാറ്. പിന്നെ പഠനത്തിലൊരു 12 മണിക്കൂറിന്റെ അടുത്ത് ഞാൻ പഠിക്കും ദിവസവും. ഓക്കെ, അപ്പൊ ഈ പഠിക്കുമ്പോ എന്തെങ്കിലും ഒരു സബ്ജക്ട് ഡിവിഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രമീകരിച്ചാണോ പഠിക്കുന്നത്? ഇന്ന സബ്ജക്റ്റിന് ഇത്ര സമയം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ട് വെച്ചിട്ട് ഞാൻ പഠിക്കാറ്. എനിക്ക് പരമാവധി ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഫിസിക്സാ. അതുകൊണ്ട് ഞാനത് കുറച്ച് കൂടുതൽ പഠിക്കും. പക്ഷെ എന്നാലും ഞാൻ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ടൈമാണ് സ്പെൻഡ് ചെയ്യാൻ നോക്കാറ്. മാത്സിനാണ് കുറച്ച് കൂടുതൽ ടൈം ഞാൻ കൊടുക്കാറ്, കാരണം മാത്സ് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മാത്സ് ആണ് നമ്മുടെ ടഫർ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ടൈം കൂടുതൽ എടുക്കും മാത്സ് പഠിക്കാൻ. ടൈം കൂടുതൽ എടുക്കും, അതുകൊണ്ട് മാത്സിന് കുറച്ചുകൂടെ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫിസിക്സ് ആണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാം? കാരണം അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്തില്ല, പെട്ടെന്ന് പറയുമായിരുന്നു. ഫിസിക്സ് എനിക്ക് ഇനിയും ഉപരിപഠനം നടത്താനായിട്ട് എനിക്ക് ഫിസിക്സിൽ മേജർ എടുക്കാൻ എനിക്ക് താല്പര്യം. ഫിസിക്സിനോട് ഒരു താല്പര്യമുണ്ടോ? അപ്പോൾ അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ബ്രില്യന്റിനോട് എന്താണ് പറയാനുള്ളത് ചെയ്യുന്നത്? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ക്ലാസ് ടീച്ചറിനോട്, എൻ്റെ ഹോസ്റ്റൽ വാർഡനോടും എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. അവരൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഡൗൺ ആയി പോയാലോ എല്ലാത്തിനും അവർ എൻ്റെ ഒപ്പം കൂടെ ഉണ്ട്. അപ്പോൾ ജയന്തിന്റെ അമ്മ ധന്യ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. മാം നമസ്കാരം. അപ്പോൾ ജയന്ത് നേരത്തെ പറയുകയുണ്ട്, ഈ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ആദ്യമേ വിളിച്ചു പറഞ്ഞ പേരൻസിനെ ആയിരുന്നു എന്ന്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? വളരെ സന്തോഷം തോന്നി. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഒരു മനസ്സിലൊരു കരുതലുണ്ടായിരുന്നു. അപ്പൊ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഇത്രയും? പക്ഷെ ഒരു ടോപ്പർ എന്നുള്ള ഒരു നിലയിലേക്ക് ഒരു സ്കോർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? നല്ലൊരു മാർക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ,
അപ്പോൾ ഇതിങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇരട്ടി സന്തോഷം. മധുരമെന്ന് പറഞ്ഞ സന്തോഷമായി. ഓക്കെ, നമ്മുടെ ബ്രില്ലിനോട് എന്താണ് പറയാനുള്ളത്? കാരണം അവരുടെ ഒരു കോർഡിനേഷൻ ഉണ്ട്. ഇപ്പോൾ അവരുടെ കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ളൊരു ലൈക്ക് പേരൻസുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. അവർക്ക് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്, നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് ബ്രില്ലിനോട് പറയാനുള്ളത്? ബ്രില്യൻറ്റിനോട് നല്ല അഭിപ്രായം തന്നെയാണ്. സാറ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയിക്കുമായിരുന്നു. അവരുടെ ഗൂഗിൾ സാറുണ്ട്, ക്ലാസ് ടീച്ചർ, എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അതുകൊണ്ട് ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. എല്ലാ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണ കാര്യങ്ങളും എല്ലാം. പിന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവര് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചായിരുന്നു. അവിടെ എത്താൻ കഴിഞ്ഞത് അവന്റെ ഭാഗ്യം. ഓക്കെ, അപ്പോ ഈ ഒരു വിജയം തുടരാൻ ജയേന്ദ്രന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു ജയൻ ഫോർ യുവർ ടൈം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.